told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away, but I've known you too. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നേരെ സെല്ലാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെല്ലാക്കിൽ ഒരു ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിൽ. ആ എക്സിബിഷൻ സെൻറ്ററിൽ നടക്കുന്ന ആ ഗാർഡൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെല്ലാക്ക് ഏകദേശം എത്താറായി. അപ്പം ആ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. ഞങ്ങളോടൊപ്പം ബിനു കുണ്ട്രയുണ്ട്, നികാസുണ്ട്, അതുപോലെ തന്നെ സാബിത്ത് ഫാമിലി ഉണ്ട്. അവർ വേറൊരു വണ്ടിയിൽ ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 12-12:15 എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തും. വളരെ മനോഹരമായ ഒരു ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവലാണ്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. വ്യാഴം, വെള്ളി, ശനി, നാളെ കൊണ്ട് അവസാനിക്കും. അപ്പം ആ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇന്ന് ഫ്രൈഡേ ആണ്. റോഡൊക്കെ ട്രാഫിക്കും അതുപോലെ തന്നെ ക്രൗഡൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ആ ഒരു ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്ന, ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഫോട്ടോ എടുത്താൽ ഗ്ലാമർ കേട്ടോ. എനിക്ക് Tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away, but I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. ഇത് സെല്ലാക്ക് ഹൈവേ ആണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. സാധാരണ ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സൊക്കെ ഈ ഒരു റോഡ് നല്ല ട്രാഫിക്കാണ്. പക്ഷേ വീക്കെൻഡ്, ഫ്രൈഡേ, സാറ്റർഡേ ഒക്കെ അത്ര തിരക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബഹ്റൈൻ യൂണിവേഴ്സിറ്റി പോകുന്ന റോഡാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എക്സിബിഷൻ സെൻറ്റർ എത്തുന്ന, അല്ലെങ്കിൽ ആ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. Such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose. ഇപ്പം നമ്മളിപ്പോൾ ബഹ്റൈൻ എക്സിബിഷൻ സെൻറ്ററിൽ എത്തി. ഇവിടെ 3 ദിവസമാണ് ഈ ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഈ ഗാർഡൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സാബത്ത് ഫാമിലി ഓൾറെഡി വന്നു. അവരുടെ വണ്ടിയിലാണ് വന്നത്. ഇപ്പം ഞാൻ, നികാസ്, ബിനു, സീനി പിന്നെ കുട്ടികളും കൂടെ ഞങ്ങളെ വണ്ടിയിൽ വന്നു. കയറുന്നതിന് മുൻപ് നിയാസിൻ്റെ ഫോട്ടോ എടുപ്പ് നടക്കുകയാണ്, ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ്റെ അബ്രിവേഷനാണ് EWB. നമ്മൾ എളുപ്പത്തിൽ എക്സിബിഷൻ സെൻറ്റർ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പേര് എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ എന്നാണ്. ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ എക്സിബിഷൻ നടക്കുന്ന ആ എക്സിബിഷൻ സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ എക്സിബിഷൻ സെൻറ്ററിൽ വരുന്നത്. ഒരുപാട് പ്രോഗ്രാംസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടേക്ക് പ്രവേശിച്ചു. വളരെ വിശാലമായ ഒരു ഹാളാണ് ആ മെയിൻ എൻട്രൻസ് കടന്ന് വരുമ്പോൾ കാണുന്നത്. എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ്റെ ഇൻഫർമേഷൻ ഡെസ്ക് സെൻ്ററാണിത്.
ഒരുപാട് ആൾക്കാരാണ് ഈ വീക്കെൻഡായിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നേരെ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായവർക്കും അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇലക്ട്രിക്കൽ കാറുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാറുകൾ വഴി നമുക്ക് ഈ ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മനോഹരമായ ആർട്ട് വർക്കുകളാണ് ഈ പോകുന്ന വഴിക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ വരച്ച പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് ഈ എക്സിബിഷൻ സെൻറ്ററിനുള്ളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളും ATM കൗണ്ടറുകളും മറ്റ് ഷോപ്പുകളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഉള്ള മനോഹരമായ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഈ എക്സിബിഷൻ സെൻറ്ററിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. വളരെ വൃത്തിയും അതുപോലെ തന്നെ ഹൈജീനുമായിട്ടുള്ളൊരു ഹോളാണ്. അപ്പോൾ എന്തായാലും ഈ ഹോൾ നമ്പർ 2-ലാണ് ഈ ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മളിപ്പോൾ 59 ഗാർഡൻ ഷോ നടക്കുന്ന ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹാളിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ വലിയൊരു ഫ്ലവറിൻ്റെ സ്റ്റോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആ സ്റ്റോളിനുള്ളിൽ വിവിധ രാജ്യങ്ങളുടെ സസ്യങ്ങളും പൂക്കളുകളും ചെടികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാണ് വീക്കെൻഡായിട്ട് ഈ ഒരു പ്രദർശന നഗരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങളാണ്, കണ്ണിന് കുളിരേകുന്ന ദൃശ്യങ്ങളാണ് ഈ ഒരു പ്രദർശന നഗരിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ രാജ്യത്തെ പ്രതിനിധീകരിച്ച ചെടികളും സസ്യങ്ങളും പൂക്കളുകളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. ആ ഒരു പൂക്കളുടെ അടുത്ത് അതിനുള്ള ഹാഷ്ടാഗുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണെന്നും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന പൂക്കളുകളാണെന്നൊക്കെ ഉള്ള ഹാഷ്ടാഗുകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഹാളാണ്. ആ ഹാളിനുള്ളിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഒരുപാട് കമ്പനികളെ, ബെഹറിൻ്റെ ഒരുപാട് കമ്പനികളെ പ്രതിനിധീകരിച്ച സ്റ്റാളുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൺകുളിർക്കെ കാണാം. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ടൊമാറ്റോ ചെടികളും അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ആർട്ട് വർക്കുകളും തേനുകളും തേനുൽപ്പന്നങ്ങളും ചെറിയ ടൊമാറ്റോകളൊക്കെ നമുക്ക് ഈ ഒരു പ്രദർശന നഗരിയിൽ കാണുവാൻ കഴിയും. കുഞ്ഞ് ലോക്കൽ ടൊമാറ്റോ ബെഹറിൻ്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതൽ. ഇത് ബാപ്കോ എനർജീസിൻ്റെ സ്റ്റോളാണ്. മനോഹരമായ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്ലാന്റുകളുടെ പരിപാലനത്തിനും അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വന്നിട്ട് ആൽബയുടെ ഒരു കൗണ്ടറാണ്. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യോൽപ്പന്നങ്ങളും ചെടികളും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഐറ്റംസൊക്കെ ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ബാപ്കോ എനർജീസിൻ്റെ ഒരു കൗണ്ടറാണ്. മനോഹരമായ പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കിങ്ഡം ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കൗണ്ടറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോളാണ്. മനോഹരമായ ആർട്ട് വർക്കുകൾ അതുപോലെ തന്നെ പ്ലാന്റ്സുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ ബഹറിൻ്റെ പല പ്രമുഖ കമ്പനികളുടെ സ്റ്റോളുകളും ഇവയുടെയും മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെയും നാസ് കോൺട്രാക്റ്റിൻ്റെ ഒക്കെ സ്റ്റോളുകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആൽബ എന്ന് പറഞ്ഞാൽ ബഹറിലെ ഏറ്റവും വലിയ അലൂമിനിയം മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആ ആൽബയുടെ കൗണ്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സന്ദർശകർക്ക് വേണ്ടി ഗാവയും ഖജൂറൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബഹ്റിൻ ഫാർമേഴ്സിൻ്റെ ഒരു സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസും ബഹ്റിൻ്റെ ഓർഗാനിക് പ്രൊഡക്ട്സുകളും ഫ്രൂട്ട്സുകളും പേരറിയാത്ത ഒരുപാട് സസ്യോൽപ്പന്നങ്ങളും വെജിറ്റബിൾ ഐറ്റംസും ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. ബഹ്റിൻ്റെ ലോക്കൽ പ്രൊഡക്ട്സുകളായിരുന്നു ആ ഒരു സ്റ്റോറിൽ അവർ ഒരുക്കിയിരുന്നത്. അത് മേടിക്കുവാനും കാണുവാനും സന്ദർശിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ സന്ദർശകർക്ക് അവർ ഒരുക്കി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചെടികളും പ്ലാന്റ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ സീഡ്സുകളൊക്കെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്താ പറയുന്നത്? ഇതെന്തോ പേർ മലയാളി, ഞാൻ വരച്ച മലയാളി ആയിരിക്കും. മലയാളി അല്ല ഇവിടെ.
tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long. എന്തായാലും ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവലാണ് നാളെ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. മനോഹരമായ ഒരുപാട് ചെടികളും സസ്യ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ബഹ്റൈൻ ലോക്കൽ പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇവയുടെയും ആൽബയുടെയും ബാപ്കോ എനർജീസിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് സിവിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ നാസിൻ്റെ ലാൻഡ്സ്കേപ്പാണിത്. മനോഹരമായ നാസിൻ്റെ ഒരു സ്റ്റോളാണിത്. നാസ് ലാൻഡ്സ്കേപ്സിൻ്റെ ഒരു സ്റ്റോളാണിത്. അങ്ങനെ ഒട്ടനവധി കമ്പനികളുടെ ബഹറിൻ്റെ പ്രമുഖ കമ്പനികളുടെ സ്റ്റോറുകളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുവാണ്, ഈ പ്രദർശനം അവസാനിക്കുവാണ്. ഇത് നടക്കുന്നത് നമ്മളെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ എന്ന് പറയുന്ന എക്സിബിഷൻ ബഹ്റിൻ്റെ എക്സിബിഷൻ സെൻറ്ററിലാണ് ഈ ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരുപാട് ചെടികളും ഇതൊക്കെ നമുക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ്. നാസിൻ്റെ ലാൻഡ്സ്കേപ്പാണ്. അവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ വെച്ചിട്ട് മത്സ്യങ്ങളെയൊക്കെ ഇട്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ്. അതുപോലെ തന്നെ ഇവയുടെയും ആൽബയുടെയും ബാപ്കോയുടെയൊക്കെ ഓരോ സ്റ്റോളുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. അപ്രതീക്ഷിതമായാണ് ലിവിനെ കാണാനിടയായത്. കുറേ നാളുകളായി. ഇതാണ്ട് ലിവിൻ്റെ വൈഫ് താവാണ്. എൻ്റെ മക്കളാണത്. അത് മക്കൾ. അങ്ങനെ 59ാമത് ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് ഈ എക്സിബിഷൻ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണുക. മനോഹരമായ പൂക്കളുകളും സസ്യങ്ങളും ചെടി ഉൽപ്പന്നങ്ങളും പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ബഹ്റിൻ്റെ ഓർഗാനിക് പ്രോഡക്ട്സുകളും വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങുവാനും കാണുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട്. ബഹ്റിൻ്റെ തന്നെ പ്രമുഖ കമ്പനികളായ ഇവയും ബാപ്കോയും അതുപോലെ തന്നെ ആൽബയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയേഴ്സും നാസിൻ്റെയും അതുപോലെ തന്നെ കിങ്ഡം ലാൻഡ്സ്കേപ്പിൻ്റെയൊക്കെ മനോഹരമായ സ്റ്റോളുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. 59ാമത് ഇൻ്റർനാഷണൽ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until